ദേശാടനക്കിളിക്ക് അറിയാറില്ല. രവീന്ദ്രൻ എന്ന് പറഞ്ഞ സംഗീത സംവിധായകൻ ഒരൊറ്റ സിനിമയിൽ മാത്രമാണ് പത്മരാജൻ എന്ന് പറഞ്ഞ വലിയ പ്രതിഭയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. ചെറിയൊരു പിണക്കവും അവിടെ ഉണ്ടാവുന്നു. ആ പിണക്കത്തിന് ശേഷം പിന്നീട് ഇരുവരും ഒന്നിച്ചിട്ടില്ല. കുറുപ്പ് സാറിന്റെ പിണക്കം മാത്രമേ അറിയുള്ളൂ. ഈ പിണക്കം പലർക്കും അറിഞ്ഞുകൂടാ. രവീന്ദ്രൻ മാഷിന് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ താല്പര്യമില്ല. എൻ്റെ അടുത്ത് പിന്നീട് ഇത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പാട്ട് ചെയ്യാനേ താല്പര്യമുള്ളൂ. ഇത് പപ്പൻ വന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് നിർബന്ധിച്ചു. ഞാൻ അവസാന നിമിഷം പറയാതെ പൊക്കളഞ്ഞു. മുങ്ങി ഞാൻ മനഃപൂർവ്വം മുങ്ങിയതാണ്. എനിക്കറിയാൻ കുഴപ്പമാണ്, പക്ഷെ ഞാനത് മുങ്ങി. എനിക്ക് പറ്റത്തില്ല. അത് പുള്ളി പറഞ്ഞത് അതാണ്. പുള്ളി വളരെ അപൂർവമായിട്ട് അദ്ദേഹം ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം മുങ്ങി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റിനെ അവിടെ നിർത്തിയിട്ട് പോയി. അച്ഛൻ കൂടെ നിന്ന് ചെയ്യിച്ചു. അപ്പോൾ അച്ഛനത് വാശിക്ക് ചെയ്തു. അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അസിസ്റ്റന്റിനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അമൃത ടി വിയിൽ വർക്ക് ചെയ്യുമ്പോൾ സിനിമാ കാര്യങ്ങൾ എന്ന പരിപാടി ചെയ്യുന്നത് സിനിമയുടെ പിന്നണി പ്രവർത്തനങ്ങളാണ്. SP വെങ്കടേഷ് സാർ ഇങ്ങനെ രാജാവിൻ്റെ മകൻ ആദ്യം ചെയ്ത കാര്യം പറഞ്ഞു അതൊക്കെ മുന്നാടി ഒരു പടത്തിൽ ഞാൻ ചെയ്തിருக்கு. അതിലാണ് എൻ്റെ ടൈറ്റിൽ ആദ്യം വരുന്നത്, സഹായി എന്നുള്ളത്. അപ്പോൾ അത് ഏത് പടം എന്ന് ചോദിച്ചു. അത് തെരിയലേ, ഡയറക്ടർ ഇറந்து പോച്ച്. അപ്പോൾ അതിൽ സംഗീതം രവീന്ദ്രൻ, സഹായി SP വെങ്കടേഷ്. അപ്പോൾ ഇത് എനിക്ക് അറിയില്ലായിരുന്നു. മലയാളത്തിൽ എഴുതി കാണിച്ചില്ല, പുള്ളിക്ക് മനസ്സിലായില്ല. കുറേ കാലം രവീന്ദ്ര മാഷ് ഇതിനോട് മിണ്ടിയില്ല. അപ്പോൾ പുള്ളിക്ക് എന്താ ഇത് സംഭവിച്ചതെന്ന് അറിയില്ല. അച്ഛൻ ഇത് ഇങ്ങനെ വെക്കുമെന്ന് അറിഞ്ഞില്ല. ഇദ്ദേഹം വിചാരിച്ചു കാണും അച്ഛനെ സ്വാധീനിച്ച് വെപ്പിച്ചതാണ് എന്നുള്ള. ഇത് സഹായി ഒറ്റ ടൈറ്റിൽ മനഃപൂർവ്വം വെച്ച സഹായി എന്ന് വെച്ചു. അപ്പം എനിക്ക് മനസ്സിലായില്ല എന്തിനാണ് എൻ്റെ അടുത്ത്. പിന്നെ ആരോ പറഞ്ഞു ഇത് ഇങ്ങനൊരു ടൈറ്റിലുണ്ട്, അത് അറിയുകയും ചോദിച്ചു. അപ്പോൾ അതിലാണ് എൻ്റെ ടൈറ്റിൽ ആദ്യം വരുന്നത്. അപ്പോൾ പറഞ്ഞ അവരുടെ പുള്ള താനിങ്കേർക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഈ ലേപ്പലൊക്കെ വെച്ചിട്ടിരിക്കുകയാണ്. അദ്ദേഹം ചാടിയുണ്ട് സാർ, അദ്ദേഹത്തിൻ്റെ പേര് ആദ്യമായിട്ട് സാർ എന്ന് പറഞ്ഞ അദ്ദേഹം ഇത് വളരെ സാധുവായൊരു മനുഷ്യനായിരുന്നു. എന്നെ നോക്കി ഇങ്ങനെ എണീറ്റൊന്ന് തൊഴുതു. അപ്പോൾ പിന്നെ ഞാൻ കട്ട് പറഞ്ഞു പിന്നെ ഒന്നുകൂടെ എടുത്തു. അതിലാണ് അദ്ദേഹം ആദ്യമായിട്ട്. പക്ഷെ അതിൽ പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതിൽ വളരെ നല്ല നോട്ടബിളായിട്ടുള്ള ചില ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സ് ഉണ്ട് അതിൻ്റെ അകത്ത്.